പരമപരിശുദ്ധ തത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ മക്കളെയും തിരുസഭയുടെ മക്കളെയും ദൈവ കരുണയുടെ ഉറവയിലേക്ക് ആഴ്ന്നിറങ്ങാനും ആവോളം പാനം ചെയ്യാനുമുള്ള ഭാഗ്യം ലഭിച്ചവരാണ്. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഉറവ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റുത്തരമേ ഉള്ളൂ, അത് പരിശുദ്ധ കുർബാനയാണ്. കരുണയുടെ ഉറവയിലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് കരുണയുടെ ഉറവ? അത് പരിശുദ്ധ കുർബാന തന്നെ. കത്തോലിക്കർ ഏറ്റവും കൂടുതലായി മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവം ഈ കരുണയുടെ ഉറവയിൽ നിന്ന് ആവോളം പാനം ചെയ്യാതിരിക്കുന്നതാണ് കത്തോലിക്കർ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമെന്ന് ഞാൻ പറയും. കരുണയുടെ ഉറവയിലേക്ക് വരാതെ ആ ഉറവയ്ക്ക് പകരം കരുണയുടെ ഉറവയാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ഭക്തികളിലേക്കും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും മാത്രം ഓടിപ്പോകുന്ന ഒരു തെറ്റിൽ നിന്ന് നമ്മൾ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു വിഷയം പ്രത്യേകമായിട്ട് ഇവിടെ ഒന്ന് പങ്കുവയ്ക്കുക. കരുണയുടെ ഉറവ ഏതാണ്? പരിശുദ്ധ കുർബാന തന്നെ. അത് മനസ്സിലാക്കാനായിട്ട് ആദ്യം തന്നെ ദൈവം ആരാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവം ആരാകുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയും, അത് സ്നേഹമാണ്, അത് ദൈവസ്നേഹമാണ്. എങ്ങനെയാണ് ദൈവ സ്നേഹമാകുന്നതെന്ന് അറിയുക? അതിന് കത്തോലിക്കർക്കുള്ള ഉത്തരം ഇതാണ്: ദൈവതൃത്വമാണ്. സ്നേഹമാകണമെങ്കിൽ അവിടെ കൂട്ടായ്മ ഉണ്ടാകണം. പരസ്പരം അറിയുന്ന, പരസ്പരം തുറന്നു പറയുന്ന, പരസ്പരം സഹകരിക്കുന്ന എല്ലാമായ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടായിരിക്കണം. എങ്കിൽ ദൈവസ്നേഹമാകണമെങ്കിൽ ദൈവത്തിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ദൈവതൃത്വമാണ്. അത് ഈശോ മിശിഹ വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട സമയമല്ല ഇത്. നമ്മളുമായുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ ദൈവം ആരാണ് എന്ന ചോദ്യത്തിന് മുമ്പിൽ ദൈവം കാരുണ്യമാണ്, കരുണയാണ്. കാരുണ്യവാനാണ് അല്ല, ദൈവം കരുണയാണ്. എന്താണ് കരുണ എന്ന് പറയുമ്പോൾ? അർഹതയുമില്ലാത്ത, അവകാശമില്ലാത്ത സ്നേഹം മനുഷ്യൻ ചോദിക്കാതെ തന്നെ ദൈവം മുൻകൂട്ടി കണ്ടുകൊണ്ട് നൽകുന്നു. അതാണ് കരുണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ദൈവം കാരുണ്യമാണ് മനുഷ്യനെ സംബന്ധിച്ച്. കാരണം മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് സ്വർഗം നഷ്ടമാക്കിയപ്പോൾ അവന് സ്വർഗം നൽകുന്നതിന് വേണ്ടി ദൈവം എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതാ മനുഷ്യനായി അവതരിക്കുന്നു, ദിവ്യകാരുണ്യമായിട്ട് തീരുന്നു, ദൈവിക ജീവൻ നൽകുന്നു. ഇതൊന്നും മനുഷ്യനെ ചിന്തിക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളല്ല. അതിൻ്റെ ഏറ്റവും ലളിതമായ ഉദാഹരണമാണ് പലപ്പോഴും പല വ്യക്തികളും പ്രതീക്ഷിക്കാത്ത ഒരു രോഗമുണ്ടാകുമ്പോൾ, പ്രതീക്ഷിക്കാത്ത ഒരു സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ, പ്രതീക്ഷിക്കാത്ത ഒരു തെറ്റ് മക്കൾക്ക് സംഭവിച്ചു പോകുമ്പോൾ അതോടെ പലരും നിരാശയിലേക്ക് പതിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ഓർക്കുക, ദൈവം കരുണയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾക്ക് എന്ത് തകർച്ച ഉണ്ടായിക്കൊള്ളട്ടെ, എന്ത് സംഭവിച്ചാലും ശരി, നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അനുതാപത്തോടു കൂടി കടന്നു വരുമ്പോൾ ആ തകർച്ചയ്ക്കൊക്കെ പകരമായിക്കൊണ്ട് അതിനപ്പുറം കൃപയ്ക്കുമേൽ കൃപ വർഷിക്കുന്ന ദൈവത്തിന് അതിനനുസൃതമായി നന്മ നൽകുവാനായിട്ട്, അനുഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ജോബാണ്. വിശുദ്ധഗ്രന്ഥത്തിലെ ജോബ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് ദൈവം അനുവദിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഇതാ എല്ലാം വീണ്ടും ദൈവം ഇരട്ടിയായിട്ട് നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് ദൈവത്തിൻ്റെ കാര്യം. അപ്പോൾ ദൈവം നമ്മളെ സംബന്ധിച്ച് കരുണയായിട്ട് തീർന്നിരിക്കുകയാണ്. എങ്ങനെ? നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി തരുന്നതിന് വേണ്ടി മനുഷ്യനായി അവതരിച്ചു. നമ്മളെപ്പോലെ ജീവിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതമായ ജീവിത മാതൃക തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി തീർന്നുകൊണ്ട് തൻ്റെ മനുഷ്യത്വത്തിലൂടെ
ഏറ്റവും ഉന്നതമായ മാതൃക നൽകി നമ്മളോട് കരുണ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ഈശോ നമ്മൾ പഠിപ്പിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു, നമുക്ക് വേണ്ടി മരണം സ്വീകരിച്ചു, അവിടുന്ന് ഉത്ഥിതനായി. ആ ഉത്ഥാനവും ദൈവത്തിന്റെ കരുണയാണ്. മാത്രമല്ല അതിനപ്പുറം കടന്നുകൊണ്ട് സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിക്കുവാൻ വേണ്ടി അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗത്തിലെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാൻ എല്ലാ കരുണകളും സഭയിൽ വർഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ തന്നെ ശക്തിയായ ചൈതന്യമായ പരിശുദ്ധാരൂപിയെ പെന്തക്കോസ്തായിലൂടെ നമ്മൾക്ക് നൽകി. അങ്ങനെ രക്ഷാകര സംഭവം മുഴുവനും ദൈവത്തിന്റെ കാരുണ്യ പ്രവൃത്തികളാണ്, കരുണകളാണ്. പരിശുദ്ധ കുർബാന എന്താകുന്നു? അത് സഹ്യോൻ ഊട്ടുശാലയിലെ ഓർമ്മയുടെ ആചരണമല്ല. അത് വെറുതെ അപ്പവും മീനും ഇതിന്റെ ശരീരമാകുന്നത് രക്തമാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാംസരക്തങ്ങളാക്കി മാറ്റുന്ന ഒരു മാജിക് അല്ല. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദൈവത്തിന്റെ എല്ലാ കാരുണ്യ പ്രവൃത്തികളെയും ദൈവം നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ടാണ് പറയുക വിശുദ്ധ കുർബാന എന്താകുന്നു? അത് കരുണയുടെ ഉറവയാകുന്നു. ആ കരുണയുടെ ഉറവയിൽ നിന്ന് നമ്മൾ പാനം ചെയ്യാനായിട്ട് മറന്നു പോവുകയാണ്. എങ്ങനെ? രണ്ട് രീതിയിൽ അത് സംഭവിക്കുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ കുർബാനയുടെ ഈ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാരുണ്യ പ്രവൃത്തികളുടെ ഉറവയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധിക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുക. അനുദിന ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന വ്യക്തികളിലെ 1% പോലും അനുദിന ബലിക്കായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം മതി എന്നുള്ളതായ തെറ്റായ ബോധ്യത്തില് പെട്ടുകിടക്കുകയാണ്. മറിച്ച് ദൈവത്തിന്റെ കരുണയുടെ ഉറവയിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങിക്കൊണ്ട് എന്നും ആവോളം പാനം ചെയ്യാനുള്ളതായ അവസരം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടി പ്രഷർ നിയന്ത്രിക്കുവാൻ, കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ, പ്രമേഹം നിയന്ത്രിക്കാൻ രാവിലെ എഴുന്നേറ്റ് 1, 2, 3, 4 കിലോമീറ്ററൊക്കെ നടക്കുന്നവരുണ്ട്. അത് ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടിയാണ്. അതിനേക്കാളൊക്കെ 100 മടങ്ങ് ഉപരിയായിക്കൊണ്ട് ആത്മീയമായ ആരോഗ്യത്തിന് വേണ്ടി, സ്വർഗത്തിന് അവകാശികളായി തീരുന്നതിന് വേണ്ടി കരുണയുടെ ഉറവയിലേക്ക് അതിരാവിലെ നേരത്തെ എഴുന്നേറ്റ് കൊണ്ടുവരിക. പക്ഷേ 1% പോലും അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിശുദ്ധ കുർബാനയാണ് കരുണയുടെ ഉറവ എന്ന് മനസ്സിലാക്കാതെ പോവുകയാണ്. രണ്ടാമത്തെ തെറ്റ് സംഭവിച്ചു പോകുന്നത്, വിശുദ്ധ കുർബാനയേക്കാൾ കൂടുതലായിട്ടുള്ള പ്രാധാന്യം പലപ്പോഴും വിശുദ്ധർക്ക് നൽകുകയാണ്, തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് നൽകുകയാണ്, ധ്യാനങ്ങൾക്ക് നൽകുകയാണ്. ധ്യാനങ്ങൾക്ക് പോയാൽ, ചില ധ്യാനഗുരുക്കന്മാരുടെ അടുക്കിലേക്ക് പോയാൽ എല്ലാമായി എന്നുള്ളതായ തെറ്റായ ചിന്താഗതി. അവിടെ ദൈവം തീർച്ചയായും തീർത്ഥാടനങ്ങളിലൂടെയും ഭക്തികളിലൂടെയും നവീകരണ പ്രസ്ഥാനങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അത് നിഷേധിക്കാൻ പറ്റുകയില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ഉറവിടമായിട്ട് നമ്മൾ കാണേണ്ടത് പരിശുദ്ധ കുർബാനയെയാണ്. ഏറ്റവും നല്ല ഉദാഹരണം ഒരുപക്ഷെ ഇന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ചേർത്തലയിലുള്ള കൃപാസനത്തിലേക്ക് പോയി ഉടമ്പടി എടുക്കുന്നു. തീർച്ചയായും അവിടെ ഉടമ്പടി എടുത്തുകൊണ്ട്, മാതാവിനോടല്ല കർത്താവിനോട് ഉടമ്പടി എടുത്തുകൊണ്ട് ഞങ്ങൾ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊള്ളാം, ധ്യാനത്തിൽ പങ്കെടുത്തുകൊള്ളാം, വചനപ്രഘോഷണം നടത്തിക്കൊള്ളാം, വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊള്ളാം, ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊള്ളാം, പരസ്നേഹ പ്രവൃത്തികൾ ചെയ്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ദൈവം എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും? അനുഗ്രഹിക്കും, ഉറപ്പാണ്. ഞാൻ പറയും സാധിക്കുന്നിടത്തോളം എല്ലാവരും പോവുക. എന്തിനാ? ഉടമ്പടിയെ കുറിച്ചുള്ള ബോധം ഉണ്ടാകാനാണ്. ഇന്ന് സംഭവിച്ചു പോയിട്ടുള്ളത് സഭയിൽ ഉടമ്പടിയെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയില് ഇതാ ഇവിടെ ദൈവത്തോട് പ്രത്യേകമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുകയാണ്. പക്ഷേ ഏറ്റവും വലിയ ഉടമ്പടി ഏതാ? അത് പരിശുദ്ധ കുർബാനയാണ്. അത് തമ്പുരാന്റെ തിരുരക്തത്തിലുള്ള ഉടമ്പടിയാണ്. ദൈവം ഓരോ കുർബാനയിലൂടെയും നമ്മളുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുകയല്ല, ഉടമ്പടി നവീകരിക്കുകയാണ്.
നമ്മളെ നവീകരിക്കുന്ന ദൈവത്തിന്റെ ഉന്നതമായ ഏറ്റവും വലിയ ധ്യാനമാണ്, ഭക്തിയാണ് പരിശുദ്ധ കുർബാന. അതാണ് കരുണയുടെ ഉറവിടമായിട്ട് നമ്മൾ നിൽക്കേണ്ടത്. ഇന്ന് ആന്തരിക സൗഖ്യത്തിന് വേണ്ടി ഒത്തിരി പേര് ധ്യാനങ്ങൾക്കായിട്ട് പോകുന്നുണ്ട്. നല്ല കാര്യമാണ്. പരിശുദ്ധാരൂപിയുടെ കൃപയുള്ളവര് നേതൃത്വം നൽകുമ്പോൾ സ്തുതിപ്പിലൂടെ, കയ്യൊപ്പ് പ്രാർത്ഥനയിലൂടെ, തൈലാഭിലേഷത്തിലൂടെ ആന്തരിക സൗഖ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതിന്റെ പേരിൽ പരിശുദ്ധ കുർബാനയിൽ ആന്തരിക സൗഖ്യം ഇല്ലെന്ന് ചിന്തിച്ചാലും അവിടെയാണ് തെറ്റുപറ്റുന്നത്. ഏതൊരു ധ്യാനഗുരു നൽകുന്നതിനേക്കാൾ വലിയ ഏതൊരു ധ്യാനഗുരുവിലൂടെ ദൈവം നൽകുന്നതിനേക്കാൾ വലിയ ആന്തരിക സൗഖ്യം പരിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്ന് എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ആന്തരിക സൗഖ്യത്തിന്റെ ഉറവിടം, ദൈവകരുണയുടെ ഉറവിടം പരിശുദ്ധ കുർബാനയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് പലരും. പക്ഷെ എല്ലാ അഭിഷേകങ്ങളുടെ ഉറവിടം ഇവിടെ പരിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ അവിടെ ചോദ്യം ഉദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ അത്ഭുതം നടക്കുന്നു, അനുഭവങ്ങൾ ഉണ്ടാകുന്നു, ആന്തരിക സൗഖ്യം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് അത് കുർബാനയിൽ സംഭവിക്കുന്നില്ല? അതിന്റെ കാരണം രണ്ടാണ്. ഒന്ന്, പരിശുദ്ധ കുർബാനയാണ് എല്ലാ കരുണകളുടെയും ഉറവിടമെന്ന് ബൗദ്ധിക തലത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു നിയോഗത്തോടു കൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല. എനിക്ക് ആന്തരിക സൗഖ്യം ലഭിക്കണമെന്നൊരു നിയോഗത്തോടു കൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എത്ര പേരുണ്ട്? പക്ഷെ ആന്തരിക സൗഖ്യം കിട്ടണമെന്നുള്ള നിയോഗത്തോടു കൂടി 3, 4, 5 ദിവസം ഞാൻ ധ്യാനത്തിനായി പോകുമ്പോൾ, അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആന്തരിക സൗഖ്യം കിട്ടും, ഉറപ്പാണ്. പക്ഷെ പരിശുദ്ധ കുർബാനയിൽ ആന്തരിക സൗഖ്യം കിട്ടണമെങ്കിൽ തീർച്ചയായും അതിനർഹമായ സമയം കൊടുക്കണം. ആന്തരിക സൗഖ്യം പരിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളാണ് പാപമോചനം നൽകുന്ന പ്രതീകങ്ങൾ. ഉദാഹരണം ധൂപാർപ്പണം. പാപമോചനത്തിന്റെ അടയാളമാണ്. പക്ഷേ പരിശുദ്ധ കുർബാനയിൽ എത്ര പരിശുദ്ധ കുർബാനയിൽ ധൂപാർപ്പണം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഭയങ്കര രീതിയിൽ യാക്കോബായ കുർബാനകളിൽ നമ്മളത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ സുറ മലബാർ സഭയിലേക്ക്, ലത്തീൻ സഭയിലേക്ക് വരുമ്പോൾ കഷ്ടിച്ച് ഉപയോഗിച്ച് അത്രേ ഉള്ളൂ. ചിലരൊക്കെ അതിനെക്കുറിച്ച് തമ്പുരാനെ പുകച്ചു ചാടിക്കുക എന്ന് പറയും. അപ്പോൾ പാപമോചനത്തിന്റെ പ്രതീകങ്ങളെ പരിശുദ്ധ കുർബാനയിൽ നിന്നും ആരാധനക്രമത്തിൽ നിന്ന് മാറ്റുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പ്രത്യേകമായ ഒരു കാര്യമാണ് വിശ്വാസപ്രമാണം ചൊല്ലുക എന്നുള്ളത്. വിശ്വാസപ്രമാണം ചെല്ലുന്നതിലൂടെയാണല്ലോ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നത്, വൈശാലിക പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നത്. അത് പരിശുദ്ധ കുർബാനയിൽ ചൊല്ലുമ്പോൾ ഇവിടെ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം ഉണ്ടെന്നേ, പക്ഷെ അത് വിശ്വസിക്കുന്നില്ല. പരിശുദ്ധ കുർബാനയിൽ വിശ്വാസപ്രമാണം പോലും ചെല്ലാനായിട്ട് സമയമില്ല. അപ്പോൾ കരുണയുടെ ഉറവിടമായ പരിശുദ്ധ കുർബാനയിൽ എന്തുകൊണ്ട് മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലെ പോലെ, തീർത്ഥാടന കേന്ദ്രങ്ങളിലെ പോലെ ആന്തരിക സൗഖ്യവും അഭിഷേകവും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം, കരുണയുടെ ഉറവയെ ആ രീതിയിൽ കണ്ടുകൊണ്ട് അതിന് അർഹമായ രീതിയിലുള്ളതായ സമയം നൽകുവാനും സഭ പറയുന്നത് പോലെ പരിശുദ്ധ കുർബാനയെ അർപ്പിക്കുവാനും തയ്യാറാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ ദൈവം തിരുസഭയിൽ നൽകിയിട്ടുള്ള കരുണയുടെ ഉറവയായിട്ട് കാണണം. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ഓർക്കണം. കരുണയുടെ ഉറവയായിട്ട് ഇന്ന് പലരും കാണുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതാണ്, ദിവ്യകാരുണ്യ സാന്നിധ്യ ആരാധന നടത്തുന്നതാണ്. ശരിയാണ്, ദിവ്യകാരുണ്യ സാന്നിധ്യ ആരാധന നടത്തുമ്പോൾ അവിടെ ആന്തരിക സൗഖ്യം ഉണ്ടാവും, അവിടെ അഭിഷേകം ഉണ്ടാവും, അത്ഭുതങ്ങൾ നടക്കും, സംശയമൊന്നുമില്ല. കാരണം അത് സ്തുതിപ്പാണ്, അത് ആരാധനയാണ്. പക്ഷേ 1 മണിക്കൂറെങ്കിലും ചുരുങ്ങാത്ത ആരാധനകൾ നടത്തുന്നുണ്ടെങ്കിൽ ദിവ്യകാരുണ്യ സാന്നിധ്യ ആരാധനയേക്കാൾ ഉന്നതമായ ആരാധന പരിശുദ്ധ കുർബാനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞായറാഴ്ചയിലെങ്കിലും 1 മണിക്കൂറെങ്കിലും കരുണയുടെ ഉറവിടമായിട്ട് നിൽക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് നൽകാൻ നമ്മൾ തയ്യാറാകാതെ വരുമ്പോൾ എങ്ങനെയാ പരിശുദ്ധ കുർബാന ഉറവയുടെ ഉറവയായിട്ട് മാറുന്നത്? അതുകൊണ്ട് സ്വാത്വികമായി പരിശുദ്ധ കുർബാനയാണ് കരുണയുടെ ഉറവിടമെന്ന് പറഞ്ഞു വെച്ചതുകൊണ്ടായില്ല. പ്രായോഗികമായി അത് അനുഷ്ഠിക്കണം. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കണം. ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അപ്പവും മേഞ്ഞും മാംസത്വമാക്കി മാറ്റി ആ തിരത്വം തിരുമാംസം ഉൾക്കൊള്ളുന്നത് അതല്ല പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്.
എല്ലാ കാരുണ്യ പ്രവൃത്തികളെയും ആഘോഷിച്ചുകൊണ്ട് ആ ആഘോഷത്തിലൂടെ കരുണയുടെ ഉറവയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ അത്ഭുതങ്ങളും, എല്ലാ അടയാളങ്ങളും സ്വീകരിക്കുന്നതാണ്. പക്ഷെ അവിടെ പലപ്പോഴും തെറ്റുപറ്റിപ്പോകുന്ന ഒരു കാര്യം, കുർബാനക്രമത്തെ കുറിച്ച് പറയുമ്പോൾ ചിലർ പറയും ആരാധനാക്രമം അർത്ഥമില്ലാത്ത ആചാരമാണ്, അനുഷ്ഠാനമാണ്. അങ്ങനെ ആരാധനാക്രമം അർത്ഥമില്ലാത്ത ആചാരം, അനുഷ്ഠാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കോളജിയുടെയും സൗകര്യോളജിയുടെയും ഒക്കെ കെണിയിൽപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ ആരാധനാക്രമത്തെ ചുരുക്കും. അപ്പോൾ കരുണയുടെ ഉറവിടമായിട്ട് നിൽക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് അത്ഭുതങ്ങളുമില്ല, അഭിഷേകവുമില്ല, ആന്തരിക സൗഖ്യവുമില്ല, ഒന്നുമില്ല. ഈ ആശയത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ 5:39-40 വാക്യങ്ങളിലേക്ക് വരും. അത് ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല, നിങ്ങളെ എടുത്ത് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. നിത്യജീവൻ നൽകുന്നത് വചനമാണെന്ന് നിങ്ങൾക്കറിയാം, എങ്കിലും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നില്ല. നിത്യജീവൻ വചനത്തിലല്ല ഇരിക്കുന്നത്. വചനത്തിന് ശക്തിയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നിത്യജീവൻ ഇരിക്കുന്നത് വചനത്തിന്റെ ഉറവിടമായിട്ട് നിൽക്കുന്ന പരിശുദ്ധ ഈശോ മിശിഹായിലാണ്. ആ ഈശോ മിശിഹായി ഇന്ന് നമ്മൾ കണ്ടുമുട്ടേണ്ടത് എവിടെയാ? പരിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ വചനം മാത്രം മതി എന്ന് പറയുന്നവരുമുണ്ട്. മാത്രമല്ല, വചനത്തിന് കൊടുക്കുന്നിടത്തോളം പ്രാധാന്യമെങ്കിലും പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുന്നുമില്ല. പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിക്കുവാനും, പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുവാനും, പരിശുദ്ധ കുർബാനയ്ക്ക് അർഹമായ സമയം നൽകുവാനും നമ്മൾ തയ്യാറാവുന്നില്ല. പിന്നെ അങ്ങനെ കരുണയുടെ ഉറവയിൽ നിന്ന് നമുക്ക് പാനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കരുണയുടെ ഉറവയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ആഴ്ന്നിറങ്ങാൻ നമുക്ക് സാധിക്കട്ടെ. അതിനാവശ്യമായ സമയം നൽകാൻ സാധിക്കട്ടെ. സഭ പറയുന്നത് പോലെ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. പരമ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.